വയനാട് ജില്ലയിലെ CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ നിയമവിരുദ്ധമായി വൻതുക ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലേക്ക് മറിച്ചു നൽകിയെന്ന ആരോപണവുമായി KPCC എക്സിക്യൂട്ടീവ് അംഗം KM പൗലോസ് 2.5 കോടി രൂപയോളം CPM ഭരിക്കുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മറിച്ചു കൊടുത്തുവെന്നും ഈ സംഘത്തിനെതിരെ നിയമ നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വയനാട്ടിൽ CPM ഭരിക്കുന്ന 11ലധികം സഹകരണ സംഘങ്ങൾ നിയമവിരുദ്ധമായി 2 കോടിയോളം രൂപ ബ്രഹ്മഗിരി സൊസൈറ്റിയിലേക്ക് മറിച്ചു നൽകിയതായ ആരോപണം. 2 കോടിയോളം രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന രേഖ തന്റെ കൈവശമുണ്ടെന്ന് K പൗലോസ് പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങാതെയും സംഘങ്ങളെ അറിയിക്കാതെയുമാണ് ഭരണസമിതികൾ തുക മറിച്ചു നൽകിയത്. ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം വാങ്ങാതെയും ഭീമമായ തുകകൾ 30 ലക്ഷം, 25 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം എന്നൊക്കെയുള്ള വലിയ തുകകൾ 2 കോടി 20 രൂപ ആകെ ഈ സംഘത്തിലേക്ക് മറിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സംഘത്തിലാണെങ്കിൽ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലാണെങ്കിൽ അതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആ ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയിലേക്ക് ഇങ്ങനെ പണം മറിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും ഇവർക്ക് അധികാരമില്ല. CPM നേതാക്കളുടെ ഒത്താശയോടെ സഹകരണ സംഘങ്ങളിലെ പണം നിയമവിരുദ്ധമായി ബ്രഹ്മഗിരി സൊസൈറ്റിയിലേക്ക് മറിച്ചു കൊടുത്തു. ഈ പണം ഇങ്ങനെ കൊടുക്കാൻ ഇവർക്ക് അധികാരമില്ല. ഇവർക്ക് അധികാരമില്ലാത്ത നിയമവിരുദ്ധമായ കാര്യമാണ് ഈ 11 സംഘങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി പൂട്ടിപ്പോവുകയും ചെയ്തു. ഇവർക്ക് ഈ പണം കിട്ടാൻ യാതൊരു മാർഗവുമില്ല. ഓഫീസുകളിൽ ഈ പണത്തിന് വേണ്ടി അന്വേഷിക്കുമ്പോൾ അവർ സർക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. സാധാരണക്കാരെ വഞ്ചിച്ചവർക്കെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം. നിക്ഷേപകരുടെ പണം തിരികെ നൽകാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിലവിൽ ബ്രഹ്മഗിരി സൊസൈറ്റി. ജനം, വയനാട്.